ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കുക്കിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുക്കി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ അവൾക്ക് കൊടുക്കാനായിട്ട്. കാരണം ഒരു മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതൽ വേണ്ടി വന്നെന്നിരിക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ പാടായതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ പുറത്തങ്ങ് ഇറക്കി. അപ്പോൾ ഇപ്പം മൾബറിക്ക പറിക്കുവാണ്. ഇടയ്ക്ക് കുറച്ച് കാക്കേനെ ഇതിനെയൊക്കെ കണ്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ചോറും തൈരും പൊട്ടറ്റോ. സിമ്പിളായിട്ട് നമ്മളൊരു ചുമ്മാ പൊട്ടറ്റോ റെസിപ്പീസിന് യൂട്യൂബിൽ അടിച്ചപ്പോഴത്തേക്ക് ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഒരു റെസിപ്പി ബേബി പൊട്ടറ്റോസ് വെച്ചും ചെയ്യാം. ഒരു വലിയ പൊട്ടറ്റോ ആണെങ്കിലും അതിനകത്ത് പൊട്ടറ്റോ ആദ്യം വേവിക്കും വെള്ളത്തിനകത്തിട്ട്. എന്നിട്ട് ഒരു 80 to 90% മാഷാവാതെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഒരു പാനിനകത്തിട്ടിട്ട് കുറച്ച് ഓയിലും കുക്കി ഒരു ഭാഗത്ത് തിന്നാവോ പതുക്കെ ഒരു ഭാഗത്ത് തിന്നേ. അമ്മ ഒന്ന് പറിക്കാമോ നോക്കട്ടെ. കുക്കിക്ക് എത്ര മൾബറി കിട്ടി? ഒത്തിരി കിട്ടിയല്ലോ. ഒത്തിരി വേണ്ട എണ്ണ ഇരിക്കുന്നു. അങ്ങനെ പാനിനകത്ത് നമ്മൾ ഇച്ചിരി ഓയിലും ഇച്ചിരി സൺഫ്ലവർ ഓയിലും പിന്നെ ബട്ടറും ഉപ്പും പെപ്പറും ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഫാൻ ഓണാക്കിയില്ലല്ലേ? എന്നാൽ കുക്കി അവിടെ പോയി ഇരുന്നോ. അമ്മ ഓണാക്കട്ടെ. അപ്പോൾ സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിയുടെ കൂട്ടും മസാലയൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു സട്ടിൽ സിമ്പിൾ ഫ്ലേവർ. പക്ഷേ ഇതിനകത്ത് ബട്ടറാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ബേബീസിന് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ബീഫും ഈ പറയുന്ന ചിക്കനും മട്ടനും മീനും ഒക്കെയാണ്. അപ്പോൾ അതിന് ഇന്നൊരു വെറൈറ്റി എടുത്തപ്പോൾ അത് കഴിച്ച് ഇപ്പോൾ അവളും കുറച്ച് കഴിക്കുന്ന കുറവാണ്. ഓക്കെ, എന്തുവാണ് നീ അവിടെ ഏത് ഇൻസെക്റ്റിനെയാണ് അടിച്ചു കൊല്ലുന്നത്? അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. ഒരു ഭാഗത്തുനിന്നേ പ്ലീസ് കുക്കി ഒന്ന് വന്നേ. കുക്കി ആരാ പേപ്പറിൽ അവിടെ അടുത്ത് താഴെ ഇട്ടത്? കണ്ട താഴെ കിടക്കുന്നേ. ഇങ്ങനെ ഒരു ഭാഗത്തുനിന്നേ വന്നോ. മമ്മ ഒന്ന് തിരിച്ച് വെക്കട്ടെ. അമ്മ വെക്കട്ടെ. നമ്മുടെ കൈ ഇപ്പം ഫ്രീ അല്ല, അതുകൊണ്ട് പെട്ടെന്ന് തിന്നാൻ മമ്മ പെട്ടെന്ന് വെക്കാം കേട്ടോ. കുക്കി ABCD ഒന്ന് പറയാവോ? കുക്കി തന്നെ വെക്കും അല്ലേ? അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ. ആദ്യം ഞാൻ ഫുഡ് കഴിച്ച് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയുമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും ഇന്ന് പൊട്ടറ്റോ തന്നെയാണ് എടുത്തത്. ഓക്കെ, പതുക്കെ നടക്കണേ. കണ്ട അങ്ങോട്ട് രണ്ട് പതുക്കെ വീഴും 2 വാലുള്ള. ഓക്കെ, പതുക്കെ ഇപ്പം വീണ കണ്ടോ കുറച്ച് മുന്നേ. മമ്മ പിടിക്കട്ടെ. കുക്കി ആദ്യം ഒരു തിന്നേ. അവിടെ കുക്കി അവിടെ ഇരുന്നിറങ്ങി. മമ്മയുടെ കയ്യിലേ ഈ പ്ലേറ്റ് ഇരിക്കുന്നതുകൊണ്ട് മമ്മയ്ക്ക് 2 കൈയും ഫ്രീ അല്ല. 2 വാലുള്ള കിളി ഇപ്പോൾ പോയ കണ്ടോ? എങ്ങനെ അപ്പച്ചൻ കുക്കിയെ പഠിപ്പിച്ച? ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഒന്ന് കാണിച്ചേ മമ്മയെ. ഗുഡ്, വെരി ഗുഡ്, പിന്നെ എക്സലൻറ്റ് പറയുമ്പോൾ 2 കൈ വരും അല്ലേ? കാക്കകളൊക്കെ പോവാ ഫുഡൊക്കെ കഴിച്ചിട്ട്. കണ്ടോ കുക്കി വിളിച്ചേ? കാക്ക വാന്ന് വിളി. വരുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറ് കൊടുക്കാം കേട്ടോ. കുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുവോ? ഓക്കെ, മമ്മ ഇച്ചിരി ചോറ് തരാം. കൈ തന്നെ ഇച്ചിരി ആ കാക്കയ്ക്ക് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് വാ. കാക്ക വാന്ന് വിളി. ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടെങ്കിൽ വാ. കുക്കി അവിടെ നിന്നാൽ അത് വരത്തില്ല. കുക്കി ഇട്ടല്ലേ. ഇനി നമ്മൾ ആ കാക്ക തിന്നില്ലെങ്കിൽ പിന്നെ ഫുഡ് വേസ്റ്റ് ആവും. അപ്പം ആദ്യം തരാം.
ഇതിനകത്ത് പൊട്ടറ്റോയും എല്ലാം തൈരൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തരാം. നമ്മൾ അകത്ത് പോയി മമ്മ വേറെ പുതിയ എടുത്തുകൊണ്ട് വരാം കേട്ടോ. മമ്മക്കിങ്ങനെ മാറി ഇരുന്നിട്ട് നോക്കാം. അവിടെ ഒരു കാക്ക ഇരിപ്പുണ്ട്. മാറി ഇരുന്നുണ്ടോ വരുന്നുണ്ടോ? മാറി ഇന്നാലേ അത് വരത്തുള്ളൂ കേട്ടോ. കുക്കി ഇട്ട് ചോറ് തിന്നാനെങ്കിൽ ഇവിടെ ഇരുന്ന് കളിച്ചോ, മൾബറി വെച്ച് കളിച്ചോ. കുക്കിക്ക് എത്ര മൾബറി ഉണ്ട് ഇപ്പം? എണ്ണാൻ പറ്റുമോ? 1 ഉള്ളു. അപ്പോൾ ബാക്കി ഇരിക്കുന്നയോ? ഒരു അതിന്ന് മമ്മ ഒന്ന് എണ്ണട്ടെ എത്ര ഉണ്ടെന്ന്. ഒരു അതിന്ന് കുക്കി എണ്ണുവോ? അത് ശരി. എന്നാ ഒരു അതിന്ന് നോക്കട്ടെ. ആ കാക്ക എവിടെ പോയെന്ന് നോക്കട്ടെ. കാക്കേനെ വിളിക്കട്ടെ മമ്മ. ഇവിടെ നിൽക്കേ. ഇരുന്ന് ഇപ്പോൾ വീണ കണ്ടോ? ഇരുന്ന് പതുക്കെ ഇറങ്ങണം. സാധാരണ കുക്കിക്ക് തന്നെ വാരി തിന്നുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഡെയിലി ഒരു നേരമൊക്കെ വാരി തിന്നാൻ വേണ്ടി കൊടുക്കും. അതായത് അവൾ കുളിക്കുന്നതിനൊക്കെ തൊട്ട് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ഡയപ്പറൊക്കെ ഇപ്പം മാറ്റാൻ പോവുകയാണെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ കൊടുക്കും. അതാകുമ്പം ഡ്രസ്സിലും അതുപോലെ തന്നെ ഉടുപ്പിലും ഡയപ്പറിലും ഒക്കെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ആകുമ്പം മൊത്തം മഞ്ഞളും അതും ഇതുമൊക്കെ ആവും. അപ്പോൾ ചില സമയത്ത് അങ്ങനെ ഞാനും കൊടുക്കും. പിന്നെ ചില സമയത്ത് അവൾ തന്നെ പറയും കുക്കി തന്നെ തിന്നുമെന്ന്. ആ സമയത്തൊക്കെ ഞാൻ പിന്നെ അവൾക്ക് തന്നെ അങ്ങ് കൊടുക്കും തിന്നാനായിട്ട്. അങ്ങനെ അവൾ തിന്നും. അപ്പം അവൾക്കും കൂടെ പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറുതിലേ അവൾ ആ ചെറിയ ടേബിളിൽ മറ്റേ അറ്റാച്ച്ഡ് ചെയറിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചത് കൊണ്ട് ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റ് ആണ് അവൾക്ക് തന്നെ കഴിക്കാനായിട്ട്. ആരെ പോച്ചയൊക്കെ പറിച്ച് അപ്പച്ചനെ ഹെൽപ്പ് ചെയ്യുന്നത് കുക്കിയാണ്. എന്നാൽ ഒരു തന്നെ മമ്മ നോക്കട്ടെ. കുക്കിക്ക് പറിക്കാൻ പോച്ച വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരു തന്നെ ഉണ്ടോ? ഇനി ശബ്ദം കേട്ടോ ബൈക്കിൻ്റെ. അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പൊട്ടറ്റോടെ ഇഷ്ടപ്പെട്ടു. അവൾ ഒന്നും മിണ്ടാതിരുന്നുണ്ട്. ഇല്ലെങ്കിൽ സാധാരണ ഏത് ഫുഡാണെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് പുതിയ ടേസ്റ്റ് ആകുമ്പോൾ ആദ്യം ഒന്ന് തുപ്പിയിട്ടേ പിന്നെ തിന്നത്തുള്ളൂ. പിന്നെ തുപ്പിയെന്ന് വിചാരിച്ച് നമ്മൾ നിർത്തത്തില്ല, കൊടുക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യത്തില്ല. വീണ്ടും നമ്മൾ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്നങ്ങ് തുപ്പിയെന്നും പറഞ്ഞ് ഇപ്പം വെജിറ്റബിൾ, ഇപ്പോൾ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ കൊടുക്കാതിരുന്നാൽ പിന്നെ അവർ കഴിക്കത്തില്ല. സോ നമ്മൾ ആദ്യം കുറച്ച് അവർ കഴിക്കാൻ വേണ്ടി നോക്കണം. പിന്നീട് എന്തെങ്കിലും ഇങ്ങനെ ഓവറായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് ഛർദ്ദിക്കാൻ പോകുന്ന പോലെ കക്കുന്ന പോലെയൊക്കെ തോന്നിയാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കഴിപ്പിക്കും. ഇതിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വലിയ ഹെവി ഫ്ലേവേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങ് അറിയാതെ അങ്ങ് തുറക്കുന്നുണ്ട്. എനിക്ക് സ്കൂളിൽ പോകുന്ന കണ്ടോ ബേബീസ് ചേച്ചിമാരൊക്കെ. കുക്കിക്ക് സ്കൂളിൽ പോകണം അല്ലേ? നമുക്ക് ഡാഡ അടുത്ത് പറയാം ദുബായി പോകുമ്പം സ്കൂളിൽ വിടണേന്ന്. ഓക്കെ, സ്കൂളിൽ കൊണ്ടുപോകണേ. ഉണ്ട് വീണ് കുക്കി. പോട്ടെ കഴിഞ്ഞ ഒന്നും പറ്റിയില്ല. ബാ അമ്മ പിടിച്ചോ. ഒരു ഉമ്മ വരട്ടെ പിടിച്ച് എഴുന്നേറ്റോ. അമ്മ പറഞ്ഞില്ലേ നമ്മൾ പതുക്കെ നടക്കാവൂന്ന് പറഞ്ഞില്ലേ അല്ലേ? നമ്മൾ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ കുക്കിയുടെ ചെരുപ്പ് തട്ടി കുക്കി വീഴും. ചെരുപ്പില്ലെങ്കിലും കുക്കി വീഴും. കാണ്ട തുമ്പി പോന്നു കണ്ടോ? കുക്കി ഇങ്ങനെ ഓടിക്കുന്നു. തുമ്പി. അതുകൊണ്ടാണ് ആ തുമ്പി അങ്ങ് പോയത്. മമ്മ നോക്കട്ടെ. ആ തുമ്പി ഒരു വട്ടേ ആരാ പിടിച്ച് തന്ന കുക്കിക്ക്? അപ്പച്ചൻ പിടിച്ച്. എങ്ങനെ അപ്പച്ചൻ പിടിച്ചത്? അങ്ങനെ അങ്ങ് പിടിച്ചല്ലേ? പെട്ടെന്ന് അപ്പച്ചന് കിട്ടിയല്ലേ തുമ്പി? പിന്നെ അപ്പച്ചൻ എന്തോ എടുത്തു തുമ്പിയെ? ഉമ്മ കൊടുത്തോ? പിന്നെ കുറച്ച് കഴിഞ്ഞ് അതിനങ്ങ് പറത്തി വിട്ടോ? എങ്ങനെ തുമ്പി പറക്കുന്നേ? ഒത്തിരി തുമ്പിയുണ്ട്. കുക്കിയെ കാണാൻ തുമ്പികളൊക്കെ വരുന്നു.
മമ്മ നോക്കട്ടെ. റെഡ് തുമ്പിയാ കേട്ടോ പറക്കുന്നത്. കുക്കി എഴുന്നേറ്റ് ഉമ്മ കൊടുക്കും അല്ല. എന്നാൽ ഒരു ഭാഗത്തിന് മമ്മ നോക്കട്ടെ ഒരു തുമ്പി എവിടെ പോയെന്നാ. ഒരു വന്നു 1 ആ ഒരെണ്ണം. കുക്കി ഇതിൽ കമ്പെല്ലാം കുക്കിയുടെ കാലേ കൊള്ളു. അതുകൊണ്ട് ഇച്ചിരി പുറയിലോട്ട് നിന്നോ. കുക്കി ഓക്കെ. അപ്പം കുക്കി എല്ലായിടത്തും ഒന്ന് ബായ് പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ഇങ്ങോട്ട് നോക്കി പറ. എന്നാ പോ മമ്മ പോകുന്നു. വേണ്ടേ? എന്നാ മമ്മ നോക്കി ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണേ. പറഞ്ഞേ ലൈക്ക് ചെയ്യണേ. ഓ അടുത്ത കളിക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബായ്. ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബായ് പറഞ്ഞേ. ബൈ.